ആറ്റുകാൽ പൊങ്കാലയെ ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള റിവ്യൂ മീറ്റിംഗ്, ജില്ലയിലെ ചുമതലക്കാരനെന്ന നിലയിലും മണ്ഡലത്തിൽ നടക്കുന്ന ഉത്സവം എന്നുള്ള നിലയിലും ഞാൻ പങ്കെടുത്തുകൊണ്ട് 2 മീറ്റിംഗ്, ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ്, അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗും ചേർന്നിരുന്നു. അന്ന് മുഖ്യമായി വന്ന ഒരു പ്രശ്നം കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം കുടിവെള്ളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. 2-3 ദിവസമായിട്ട്, ഒരാഴ്ചയായിട്ട് വളരെ കൂടുതലാണ് വരുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിന്റെ ആ കുറവ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇപ്പോൾ ഞാനിവിടെ ചേർന്നിരുന്നു. ബിനു ഫ്രാൻസിസ് കോർപ്പറേഷൻ നേരത്തെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ജോയിന്റ് MD ആണ്. മാനേജിംഗ് ഡയറക്ടറാണ്. മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം സബ് കളക്ടർ ശ്രീ അൽഫ്രഡ് OV IASനെയാണ് പൊങ്കാല കോർഡിനേറ്ററായി നിയമിച്ചിട്ടുള്ളത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് 22 വാർഡുകളെ ഉത്സവ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. കൂടാതെ നഗരസഭാ പരിധികളിലും വെങ്ങാനൂർ പഞ്ചായത്തിലെ വെള്ളാർ വാർഡുകളിലും ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകുന്നേരം 6 മണി വരെ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തെ കടകൾ വില നിലവാര ബോർഡുകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കണം. ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെച്ച് വിൽക്കാൻ അനുവദിക്കില്ല. ഇത് പരിശോധിക്കാൻ ലീഗൽ മെട്രോളജി സപ്ലൈ ഓഫീസ് തുടങ്ങിയവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനായി ഈഞ്ചയ്ക്കൽ KSRTC സ്ഥലം വിട്ടു നൽകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെറുവയ്ക്കൽ റവന്യൂ ഭൂമിയിലെ സാധ്യതകൾ പരിശോധിക്കാൻ തഹസിൽദാരെയും മറ്റ് സ്ഥലം കണ്ടെത്താൻ സബ് കളക്ടറെ നിയോഗിച്ചിട്ടുണ്ട്. ശബ്ദമലിനീകരണം നിയന്ത്രിക്കാൻ പോലീസും മലിനീകരണ നിയന്ത്രണ ബോർഡും നടപടിയെടുക്കും. സുരക്ഷയ്ക്കും മറ്റ് ക്രമീകരണങ്ങൾക്കും സുരക്ഷയ്ക്കായി 4000 പോലീസുകാരെയാണ് അധികമായി വിന്യസിച്ചിട്ടുള്ളത്. ഇതിൽ 1500 പേർ വനിതാ പോലീസുകാരാണ്. 5 SP-മാർ, 28 DYSPമാർ, 50 CIമാർ എന്നിവർ മേൽനോട്ടം വഹിക്കും. നാട്ടാന പരിശീലന ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉറപ്പുവരുത്തും. ക്ഷേത്ര പരിസരത്ത് പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാണ്. പൊങ്കാല നടത്തുന്ന ആറ്റുകാൽ ട്രസ്റ്റാണ്. ആവശ്യമായ സഹായങ്ങൾ നൽകുക മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. 12 ഏജൻസികളുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതിന് ഒന്ന് മാത്രമാണ് തിരുവനന്തപുരം നഗരസഭ. മാലിന്യ സംസ്കരണമാണ് നഗരസഭയുടെ മുഖ്യ ചുമതല. പൊങ്കാല നടത്തുന്നത് നഗരസഭയാണെന്നുള്ള പ്രചരണം തെറ്റാണ്.